ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ നാടൻ വിഭവമായാണ് വന്നിരിക്കുന്നത്, ചാളമീൻ ഫ്രൈ. എന്നാൽ നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് പോയാലോ. ഞാനിവിടെ ഈ ചാളമീനിനെ നന്നായിട്ട് കഴുകി വരഞ്ഞിടുകയാണ്. എല്ലാ മീനിനെയും നന്നായിട്ട് വരഞ്ഞിട്ടു. ഞാൻ ഒന്നും കൂടി നന്നായിട്ട് വാഷ് ചെയ്യാണ്. ഓക്കെ, ഈ വൃത്തിയാക്കിയ മീൻ നമുക്ക് മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ അരപ്പിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തു, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനെടുക്കാം. ശേഷം കുറച്ച് കുരുമുളക് പൊടി നന്നായിട്ടെടുത്ത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇതിൽ യോജിച്ച് ചേരും. നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഓക്കെ, ഇനി ഓരോ മീനിനെ എടുത്ത് നമുക്കതിലേക്ക് മിക്സ് ചെയ്തിടാം. അപ്പോൾ എല്ലാത്തിലും അരപ്പ് നന്നായിട്ട് പിടിക്കും. അതിൻ്റെ എല്ലാ വിടവിലും നമുക്കിതിൻ്റെ അരപ്പ് യോജിപ്പിച്ച് ചേർക്കാം. എല്ലാ മീനും എടുത്തു കഴിഞ്ഞു. മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. അതിനകത്തേക്കൊക്കെ നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ എസൻസ് കിട്ടണം. അതുകൊണ്ട് അതിനകത്തേക്ക് നന്നായിട്ട് അരപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അരമണിക്കൂർ മൂടി വയ്ക്കാം. എന്നാൽ മാത്രമേ അതിൻ്റെ അരപ്പ് എല്ലാത്തിനും പിടിക്കുള്ളൂ. ശേഷം മറ്റൊരു പാൻ എടുത്ത ശേഷം എണ്ണ ഒഴിച്ച് അതിനൊന്ന് ചൂടാക്കാം. എല്ലായിടത്തും എണ്ണ ഒന്ന് ആവട്ടെ. ഓരോ മീനായിട്ട് നമുക്കിതിലേക്ക് എടുത്തിടാം. തീ നന്നായിട്ട് കൂട്ടി കൊടുക്കുക, എന്നാലേ അതിനകം വേവുള്ളൂ. നല്ല തീ കിടന്ന് എല്ലാ മീനും വേവുകയാണ്. അതിനകം നന്നായിട്ട് പൊള്ളണം. ഇപ്പം നല്ല തീ കിടന്ന് നല്ലപോലെ വേവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നാലേ അപ്പുറത്തെ വശവും കൂടി നന്നായിട്ട് മുരിഞ്ഞെടുക്കുകയുള്ളൂ. നന്നായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ മീനെയും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ വെന്തിരിക്കുകയാണ്. അപ്പം മറ്റേ ഭാഗം കൂടെ നന്നായിട്ട് വേകണം. ഇപ്പം എല്ലാ മീനിനെയും തിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി കറിവേപ്പില അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചെറുനാരങ്ങയും കൂടി അതിനകത്തേക്ക് പിഴിഞ്ഞ് വീഴ്ത്താം. എല്ലാ ഭാഗത്തും കൂടെ ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ചാളമീൻ ഫ്രൈ അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഇനി തീ ഓഫാക്കി വയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ലഭ്യമാകാൻ സബ്സ്ക്രൈബ് ചെയ്യുക.